ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 6-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC 10th ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കായി ടാലന്റ് അക്കാദമി 10th ലെവൽ PQ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PQ ബുക്കിൽ 2024-ലെ 30 PSC ചോദ്യ പേപ്പറുകളാണ് വരുന്നത്. 2024-ലെ 30 PSC ചോദ്യ പേപ്പറുകളിലൂടെ 3000 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിശീലിക്കാനാവുന്നത്. അപ്പോൾ 3000 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു PQ ബുക്കിലുള്ളത്. അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ talentkerala.com വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ച പോലീസ് സ്റ്റേഷൻ ഏതെന്നാണ്. ഓർത്തുവെക്കാം, ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. ഏതാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്ത് പുരസ്കാരമാണെന്ന് ഓർത്തുവെക്കാം. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ആലത്തൂർ പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അന്വേഷണങ്ങളുടെ നടത്തിപ്പ്, ക്രമസമാധാന പാലനം, അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരം, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു പോലീസ് സ്റ്റേഷനെ, അതായത് മികച്ച പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തത് 2024-ൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ആലത്തൂർ പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാടാണ്. അടുത്തത് ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്യാമ്പയിന്റെ പേരെന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളതാണ് ക്യാമ്പയിൻ. എന്തിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണിത്? ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണിത്. ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തന ക്യാമ്പയിൻ ആണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ക്യാമ്പയിൻ. അപ്പോൾ ഇത് ഓൾറെഡി നിലവിലുള്ള ഒരു ക്യാമ്പയിൻ ആണ്. ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ക്യാമ്പയിൻ. അപ്പോൾ ഇതുവഴി എന്താണ് നടത്തുന്നത്? ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുകയാണ്. അതായത് മലിനമായി അല്ലെങ്കിൽ ഒഴുക്ക് നഷ്ടപ്പെട്ട് കിടക്കുന്ന, ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ജലാശയങ്ങൾ, കായല്, അതേപോലെയുള്ള ജലാശയങ്ങളെ പുനരുദ്ധാരണ പ്രവർത്തനം വഴി അതിന്റെ പൂർവ്വസ്ഥിതിയിലോട്ട്, അതായത് അതിന്റെ ഒഴുക്കൊക്കെ, അതിന്റെ സുഗമമായ ഒഴുക്കും എല്ലാം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ക്യാമ്പയിൻ. അപ്പോൾ എന്താണ് പോയിന്റ് എന്ന് വെച്ചാൽ, ഇനി ഞാൻ ഒഴുകട്ടെ 3.0 വരികയാണ്. അതായത് ഈ ഒരു ക്യാമ്പയിനിന്റെ മൂന്നാം ഘട്ടം വരികയാണ്. അപ്പോൾ ഈ മൂന്നാം ഘട്ടം നടപ്പിലാക്കുന്നത് ഏത് ജലാശയത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. വെള്ളായണി. വെള്ളായണി കായലിലാണ്. വെള്ളായണി കായലിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു കായലുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ വെള്ളായണി കായലിലാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ക്യാമ്പയിനിന്റെ മൂന്നാം ഘട്ടമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തന ക്യാമ്പയിൻ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ക്യാമ്പയിനാണ്. ക്യാമ്പയിനിന്റെ മൂന്നാം ഘട്ടം നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ വെള്ളായണി കായലിലാണ്. ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ഡിസംബറിൽ നമീബിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നെതുംബോ നന്ദി എൻവൈത്വയാണ്. നെതുംബോ എൻവൈത്വയാണ്. ഏത് രാജ്യത്തിന്റെയാണ്? നമീബിയയുടെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എപ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2024 ഡിസംബറിലാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നെതുംബോയ്ക്ക്. മറ്റൊരു പ്രത്യേകതയുണ്ട്. നമീബിയയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിതയാണ് ആര്? നെതുംബോ. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ പോയിന്റ് ഇതാണ്. 2024 ഡിസംബറിൽ നമീബിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നെതുംബോ നന്ദിയാണ്. അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതെന്നാണ്. 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമയാണ്. നമുക്ക് അറിയാവുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ കറണ്ട് അഫയേഴ്സുകൾ, ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ അടുത്തിടെയായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ നമുക്കിപ്പോൾ പഠിക്കാനുണ്ട്.
പറയാനുണ്ട്. കാരണം അത്രയും അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ ഈ ഒരു സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അപ്ഡേഷനായിട്ട് ഈ ഒരു പുരസ്കാരവും കൂടി നമുക്ക് ഓർത്തു വെക്കാം. 2024 ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഏത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയാവുന്നതാണ്. ആരാണ് സംവിധായിക, ആരാണെന്ന് ഓർത്തു വെക്കാം. സംവിധായിക ആരാണ്? പായൽ കപ്പാടിയെയാണ്. ആരാണ്? പായൽ കപ്പാടിയെയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമയുടെ സംവിധായക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ബീഫ് കഴിക്കുന്നത് നിരോധിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഏത് സംസ്ഥാനമാണ്? അസം സംസ്ഥാനത്തിലാണ് ബീഫ് കഴിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് പോയിന്റ്? ബീഫ് കഴിക്കുന്നത് അടുത്തിടെ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? അസം സംസ്ഥാനമാണ്. അപ്പോൾ 2021 അസം കന്നുകാലി സംരക്ഷണ നിയമം ശക്തിപ്പെടുത്തുന്നതിനായി ഈ ഒരു വ്യവസ്ഥ കൂടി കൂട്ടിച്ചേർക്കുമെന്ന് അസം സംസ്ഥാന മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പോയിന്റ്? അടുത്തിടെ ബീഫ് കഴിക്കുന്നത് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 75 വർഷം പൂർത്തിയാക്കുന്ന ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ്. ഇനി എന്താണ് പ്രത്യേകത? 2024 75 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോൾ എന്നാണ് ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ സ്ഥാപിതമായതെന്ന് ഓർത്ത് വെക്കാം. 1949 സ്ഥാപിതമായത് ഈ ഒരു ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ സ്ഥാപിതമായത്. അപ്പോൾ ഇത് സ്ഥാപിതമായപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഇങ്ങനെ ആയിരുന്നില്ല. എന്തായിരുന്നു? ഗോപബന്ധു ആയുർവേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതായിരുന്നു അപ്പോഴുണ്ടായിരുന്ന പേര്. അതിനുശേഷം ആ ഒരു പേര് ഗോപബന്ധു ആയുർവേദിക് വിദ്യാപീഠം എന്നുള്ളതാക്കി. ഗോപബന്ധു ആയുർവേദിക് വിദ്യാപീഠം എന്നുള്ളത് മാറ്റി. അത് കഴിഞ്ഞ് 1971 ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ എന്നുള്ള പേരിലേക്ക് മാറിയത്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്ത് വെക്കാം. 2024 75 വർഷം പൂർത്തിയാക്കുന്ന ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ പുരിയിലാണ്. 1949 സ്ഥാപിതമായപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരെങ്ങനെയായിരുന്നു? ഗോപബന്ധു ആയുർവേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഗോപബന്ധു ആയുർവേദിക് വിദ്യാപീഠം എന്നുള്ളതാക്കി. 1971 ഇപ്പോൾ നിലവിലുള്ള പേര്, അതായത് ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ എന്നുള്ള പേര് വന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ആംഗല മെർക്കലിന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? മൻമോഹൻ സിംഗ് അതേപോലെ നരേന്ദ്രമോദിയുമാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ചും അതേപോലെ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ആരുടെ ആത്മകഥയിലാണ്? ആംഗല മെർക്കലിന്റെ ആത്മകഥയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആംഗല മെർക്കലിന്റെ ആത്മകഥ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഫ്രീഡം മെമ്മോറൈസ് 1954 to 2021 എന്നുള്ളതായിരുന്നു ആംഗല മെർക്കലിന്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ ഈ ഒരു ആത്മകഥയിൽ പരാമർശിക്കുന്ന പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? മൻമോഹൻ സിംഗും അതേപോലെ നരേന്ദ്രമോദിയുമാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക. ചണ്ഡീഗഡ് ആണ്. ഇനി എന്നാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്? അത് 2024 ജൂലൈ 1 മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ചണ്ഡീഗഡ് ആണ്. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാൻ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരാണ്? അമിത്ഷായാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. BBC
100 വുമൺ ലിസ്റ്റ് 2024 ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയെന്നാണ്. എന്താണ് BBC, എന്താണ് BBC 100 വുമൺ ലിസ്റ്റിൽ 2024 ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ഏതൊക്കെയെന്നാണ്. ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. വിനേഷ് ഫോഗട്ട്, അതേപോലെ അരുണ റോയ്. ആരാണ്? അരുണ റോയ്, പൂജ ശർമ്മ എന്നിവരാണ് 2024 BBC 100 വുമൺ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. എന്താണ്? BBC 100 വുമൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട 2024 ഉൾപ്പെട്ട വനിതകളാണ്, ഇന്ത്യൻ വനിതകളാണ്. ആരൊക്കെയാണ്? വിനേഷ് ഫോഗട്ട്, അതേപോലെ അരുണ റോയ്, പൂജ ശർമ്മ എന്നിവരാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരെ കുറിച്ചുള്ള പ്രത്യേകതകൾ, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് കാര്യം പറയാം. അപ്പോൾ വിനേഷ് ഫോഗട്ട് ആരാണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു റെസ്ലിംഗ് ഒരു ഗുസ്തി താരമാണ്, ഇന്ത്യൻ ഗുസ്തി താരമാണ്. ആര്? വിനേഷ് ഫോഗട്ട്. അതേപോലെ തന്നെ എന്താണ് പ്രത്യേകത? നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. 2024 ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ ഒരു താരമായിരുന്നു. എന്താണ്? വിനേഷ് ഫോഗട്ട്. എന്നാൽ അമിത ഭാരം കാരണം എന്താണ്? ഫൈനലിൽ എന്താണ്? ഡിസ്ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. അപ്പോൾ വിനേഷ് ഫോഗട്ട് എന്താണ്? ഒരു ഗുസ്തി താരമാണ്. അതേപോലെ തന്നെ വിനേഷ് ഫോഗട്ടിന് ലോക ചാമ്പ്യൻഷിപ്പുകളിലും കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യ ഗെയിംസിലും ഒക്കെ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് വിനേഷ് ഫോഗട്ടിന് ലഭിച്ചത്? 2016 വിനേഷ് ഫോഗട്ടിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു. 2016 വിനേഷ് ഫോഗട്ടിന് എന്താണ്? അർജുന അവാർഡ് ലഭിച്ചത്. അതേപോലെ തന്നെ 2020 ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചു. 2020 എന്താണ്? ഖേൽ രത്ന പുരസ്കാരവും ആർക്ക് ലഭിച്ചു? വിനേഷ് ഫോഗട്ടിന് ലഭിച്ചു. 2016 അർജുന അവാർഡ്, 2020 ഖേൽ രത്ന പുരസ്കാരവും ആർക്ക് ലഭിച്ചു? വിനേഷ് ഫോഗട്ടിന് ലഭിച്ചു. അപ്പോൾ അതിനുശേഷം ആ ഒരു പാരീസ് ഒളിമ്പിക്സിന് ശേഷം എന്താണ്? വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്നും വിരമിക്കുകയുണ്ടായി. ശേഷം എന്താണ്? രാഷ്ട്രീയത്തിൽ തുടരുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടർന്നു. ആ കാര്യം നമുക്ക് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ആളാരാണ്? അരുണ റോയ് ആണ്. എന്താണ്? BBCയുടെ 100 വുമൺ ലിസ്റ്റിൽ 2024 ഉൾപ്പെട്ട മറ്റൊരു ഇന്ത്യൻ വനിതയാണ്. ആര്? അരുണ റോയ്. അപ്പോൾ അരുണ റോയ് എന്താണ്? ഒരു സാമൂഹിക പ്രവർത്തകയാണ്. അരുണ റോയ് മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ എന്താണ്? എന്താണ്? ഓർത്തു വെക്കുക. മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ആര്? അരുണ റോയ്. അപ്പോൾ അരുണ റോയ് ഒരു സാമൂഹ്യ പ്രവർത്തകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദരിദ്രരുടെ അവരുടെ ഉന്നമനത്തിനായി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ആര്? അരുണ റോയ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പറഞ്ഞ ആളാണ്. ആരാണ്? പൂജ ശർമ്മ. എന്താണ്? പൂജ ശർമ്മ. അടുത്ത ഒരു ഇന്ത്യൻ വനിതയാണ് പൂജ ശർമ്മ ബ്രൈറ്റ് ദി സോൾ ഫൗണ്ടേഷന്റെ സ്ഥാപകയാണ്. എന്താണ്? ബ്രൈറ്റ് ദി സോൾ ഫൗണ്ടേഷൻ. എന്താണ്? സോൾ ഫൗണ്ടേഷന്റെ സ്ഥാപകയാണ്. ആര്? പൂജ ശർമ്മ. എന്താണ്? ബ്രൈറ്റ് ദി സോൾ ഫൗണ്ടേഷന്റെ സ്ഥാപകയാണ്. ആര്? പൂജ ശർമ്മ. കഴിഞ്ഞ 3 വർഷമായി ഡൽഹിയിൽ അവകാശികളില്ലാതെ വരുന്ന മൃതദേഹങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആര്? പൂജ ശർമ്മ. അതേപോലെ ബ്രൈറ്റ് ദി സോൾ ഫൗണ്ടേഷന്റെ സ്ഥാപക കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. BBCയുടെ 100 വുമൺ ലിസ്റ്റ് 2024 ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയെന്നാണ്. വിനേഷ് ഫോഗട്ടും അതേപോലെ അരുണ റോയും പൂജ ശർമ്മയുമാണ്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാം ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയവയ്ക്കായി ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് ആരെന്നാണ്. ആരാണ്? ഫോൺ പേ ആണ് ഇങ്ങനെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു പ്രത്യേകതയുണ്ട്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾക്കാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് എന്താണ്? അങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ ആണ് ഇത്. അപ്പോൾ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനിൽ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതും അതേപോലെ രോഗനിർണയം നടത്തുന്നതും ICU ഉപയോഗിക്കുന്നതും മുതലായ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ അവതരിപ്പിച്ചതാരാണ്? ഫോൺ പേ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ പോയിന്റ് ഇതാണ്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയവയ്ക്കായി ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് ഫോൺ പേ ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 29ാമത് IFFKയിൽ ഫോക്കസ് രാജ്യം ഏതെന്നാണ്. ഏതാണ് ഫോക്കസ് രാജ്യം? അർമേനിയയാണ്. എന്താണ്? 29ാമത് IFFKയിൽ എന്താണ്? IFFKയിൽ എന്താണ്? ഫോക്കസ് രാജ്യം ഏതാണ്? അർമേനിയയാണ്. അതോടൊപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. 55ാമത് IFFIയിൽ ഫോക്കസ് രാജ്യം ഏതായിരുന്നു? ഓർത്തു വെക്കുക. എന്താണ്? 55ാമത് IFFIയിൽ ഫോക്കസ് രാജ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓസ്ട്രേലിയ ആയിരുന്നു. എന്താണ്? ഓസ്ട്രേലിയയാണ്. എന്താണ്? 55ാമത് IFFIയിൽ ഫോക്കസ് രാജ്യം ആയിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 29ാമത് IFFKയിൽ ഫോക്കസ് രാജ്യമായത് ഏതാണ്? അർമേനിയയാണ്.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് 2024 ഡിസംബറിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലൂടെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ് മൈക്കൽ ബെർണിയർ. മൈക്കൽ ബെർണിയർ ആണ് എന്താണ് 2024 ഡിസംബറിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലൂടെയാണ് അദ്ദേഹം പുറത്താക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് മൈക്കൽ ബെർണിയർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ കഴിഞ്ഞ 60 വർഷങ്ങൾക്കിടയിലായി ഇതൊരു ആദ്യത്തെ സംഭവമാണ്. ഫ്രഞ്ച് ദേശീയ പാർലമെന്റിൽ ഒരു അവിശ്വാസ പ്രമേയം അംഗീകരിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവിശ്വാസ പ്രമേയത്തിലൂടെ ഈ ഒരു അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലൂടെ 2024 ഡിസംബറിൽ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രി മൈക്കൽ ബെർണിയർ ആണ്. ഇനി അതേപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ്. ഇമ്മാനുവൽ മാക്രോൺ ആണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 ഡിസംബറിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലൂടെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രി മൈക്കൽ ബെർണിയർ ആണ്. ഇനി നമ്മൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മേഖല പുറത്തിറക്കിയ മെറ്റാമെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം ഏതാണെന്ന് ഓർത്തു വെക്കാം. അനലഷ്യ MSCS എന്നുള്ളതാണ്. അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മേഖല പുറത്തിറക്കിയ മെറ്റാമെറ്റീരിയൽ പ്രത്യേകത. മെറ്റാമെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം ആണിത്. ഇനി ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം. IIT കാൺപൂർ ആണ്. കാൺപൂർ ആണ് ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മേഖല പുറത്തിറക്കിയ മെറ്റാമെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം അനലഷ്യ MSCS എന്നുള്ളതാണ്. അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയികളായത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയികളായത്. അപ്പോൾ ഫൈനലിൽ ഏത് രാജ്യത്തെയാണ് തോൽപ്പിച്ചത്? പാകിസ്ഥാനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ഒമാനിൽ വെച്ചിട്ടാണ് പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 നടന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? PR ശ്രീജേഷ് ആണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കാം. പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയികളായത് ഇന്ത്യയാണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 അന്തരിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാന്ന് ഓർത്തു വെക്കുക. രാജ് മജന്ത. രാജ് മജന്തയാണ് 2024 അന്തരിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം. കേരള PSC എക്സാമിനായി തയ്യാറെടുക്കുന്ന 10th പ്ലസ് 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ടാലന്റ് അക്കാദമിയുടെ ജനറൽ PSC ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും HSI സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി HSI സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? പാലക്കാടുള്ള ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ജലാശയങ്ങളുടെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തന ക്യാമ്പയിൻ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള ക്യാമ്പയിൻ ആണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിന്റെ 3ാം ഘട്ടം എവിടെയാണ് നടക്കുന്നത്? തിരുവനന്തപുരത്തെ വെള്ളായണി കായലിലാണ്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2024 ഡിസംബറിൽ നമീബിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നെതുംബോം നന്ദിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു. 2024 ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏത് സിനിമയാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമയാണ്. ആരാണ് സംവിധാനം ചെയ്തത്? പായൽ കബാഡിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ബീഫ് കഴിക്കുന്നത് നിരോധിച്ച രാജ്യം ഏതാണ്? അസമാണ്. അടുത്തിടെ ബീഫ് കഴിക്കുന്നത് നിരോധിച്ച രാജ്യം ഏതാണ്? അസമാണ്. അസം സംസ്ഥാന മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ശേഷം നോക്കിയത് 2024 75 വർഷം പൂർത്തിയാകുന്ന ഗോപബന്ധു ആയുർവേദ മഹാവിദ്യാലയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ പുരിയിലാണ്. എന്നാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിതമായത്? 1949ലാണ്. 2024 75ാം വർഷമാണ് പൂർത്തിയാകുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആംഗല മെർക്കലിന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ചും നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ചുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. അതേപോലെ ഓർത്തു വെക്കുക, പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ്? 2024 ജൂലൈ 1 മുതലായിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് BBC-യുടെ 100 വുമൺ ലിസ്റ്റ് 2024 ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് വിനേഷ് ഫോഗട്ടും അരുണ റോയും പൂജ ശർമ്മയുമാണ്. ശേഷം നമ്മൾ നോക്കിയത് ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയവയ്ക്കായി ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് ഫോൺ പേ ആണ് എന്നുള്ള വാർത്തയാണ്. ശേഷം നമ്മൾ നോക്കിയത് 29ാമത് IFFKയിൽ ഫോക്കസ് രാജ്യം ഏതായിരുന്നു എന്നുള്ളതാണ്. അർമേനിയ ആയിരുന്നു. എന്താണ് 29ാമത് IFFKയിൽ ഫോക്കസ് രാജ്യമായിരുന്നത്. അതേപോലെ 55ാമത് IFFIയിൽ ഫോക്കസ് രാജ്യം ഏതായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് 2024 ഡിസംബറിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലൂടെ പുറത്താക്കപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ്? മൈക്കൽ ബെർണിയർ ആണ്. അതേപോലെ ഓർത്തു വെക്കാം, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ്? ഇമാനുവൽ മാക്രോൺ ആണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മേഖല പുറത്തിറക്കിയ മെറ്റാമെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം ഏതാണ്? അനലഷ്യ MSCS എന്നുള്ള സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം ആണ്. ആരാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തത്? IIT കാൺപൂർ ആണ്. ശേഷം നമ്മൾ നോക്കിയ സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 വിജയികളായ ടീം ഏതാണ്? ഇന്ത്യയാണ്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി ഒമാൻ ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ കോച്ച് ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 2024 അന്തരിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാണ്? രാജ് മഞ്ചന്ദാൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യ ചരിഞ്ഞ LED പ്ലാനറ്റോറിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ശ്രീനഗർ, ഓപ്ഷൻ ബി വിശാഖപട്ടണം, ഓപ്ഷൻ സി മൈസൂർ, ഓപ്ഷൻ ഡി വാരണാസി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹ്യ മാധ്യമ പ്രചാരണ പരിപാടി ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ജീവനേകാം ജീവനാകാം, ഓപ്ഷൻ ബി ജീവൻ നൽകാം ജീവനിലൂടെ, ഓപ്ഷൻ സി ജീവനായി കൂടെയുണ്ട്, ഓപ്ഷൻ ഡി ജീവിതമേകാം ജീവനാകാം. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2024 ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഏതാണ്? സബർമതി റിപ്പോർട്ട് എന്നുള്ള സിനിമയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. രാജസ്ഥാനാണ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.